തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഈ സമയത്ത് കേരളത്തിൽ KPCCയുടെ പ്രസിഡൻ്റായിട്ട് കെ സുരേന്ദ്രനെ മാറ്റി പകരം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് എടുപിടി എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു അഴിച്ചുപണി നടത്തിയത്? പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. അതിൽ അധികാരത്തിൽ വരുമെന്നൊരു ഉറപ്പുമില്ല. അപ്പോൾ അന്വേഷണം നോക്കിയ സമയത്ത് അധികാരം കിട്ടാതെ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് BJPയിലേക്കും പതുക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ക്രിസ്ത്യൻ വോട്ട് ബേസിക്കലി അവശേഷിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്കും പോകുന്നുണ്ട്. അപ്പം അത് പ്രധാനം കത്തോലിക് വോട്ടുകളാണ് കോൺഗ്രസ് ഏറ്റവും ഉണ്ടായി UDF. ഇപ്പം മാണി സാർ അവിടെ ഇല്ലാതാണ്. മാണി കോൺഗ്രസ് ഇപ്പോൾ തന്നെ. അപ്പം ഈ സാഹചര്യത്തിൽ ഒരു കത്തോലിക്കനെ കൊണ്ടുവന്നാൽ സഭ ഹാപ്പിയാകും. സഭ ഹാപ്പി ആയി കഴിഞ്ഞാൽ സഭയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കത്തോലിക്കരുടെ വോട്ട് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം അത്ര എളുപ്പമാണോ? എളുപ്പമെന്ന് വെച്ചാൽ അച്ചായന്മാർ വളരെ പ്രാക്ടിക്കലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ അവർ ഈ മുസ്ലിം ലീഗ് UDF പിടിച്ചെടുക്കുന്നു. കോൺഗ്രസ്സിൽ UDFിൽ ക്രിസ്ത്യാനികളുടെ പ്രാമുഖ്യം നഷ്ടപ്പെടുന്നു എന്നൊരു ഫീല് വന്നപ്പോഴാണ് അത് UDFിന്റെ രണ്ട് ചിറകുകളായിരുന്നു ലീഗും കേരള കോൺഗ്രസും, അഥവാ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ. അങ്ങനെ തോന്നിയ സമയത്ത്, അതായത് കുഞ്ഞാലിക്കുട്ടി ശക്തി പ്രാപിക്കുന്നു, പിന്നെ കൈവെട്ട് കേസ്, ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ, അങ്ങനെ ഇതൊരു മുസ്ലിം മേധാവിത്വം കൂടി വരുന്നു. പിന്നെ മാത്രമല്ല ഈ ക്രിസ്ത്യാനിയെ കൂട്ടില്ല പോലും പേരിന് ആന്റണി, പിന്നെ എല്ലാ സ്വന്തം സഭയ്ക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും സ്വീകാരനായ ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് ആണ്. അവർക്ക് പക്ഷേ ഇഷ്ടമില്ല. ഓർത്തഡോക്സ് ഇഷ്ടമില്ലാത്ത രണ്ട് പേരാണ്. ഒന്ന് മനോരമ കുടുംബവും ഒരു ഓർത്തഡോക്സ് ആണ്, പിന്നെ വേറൊന്ന് ഉമ്മൻചാണ്ടി. എന്നോടൊരു ഓർത്തഡോക്സ് അച്ഛൻ പറഞ്ഞു, ഈ കേരളത്തിലെ ഏറ്റവും അധീനമുള്ള രണ്ടുപേരും ഞങ്ങളെ ആളുകളാണ്, ഞങ്ങൾക്കൊരു കാര്യമില്ല ഈ രണ്ടുപേരെ പറ്റി. അപ്പം നാടിന് ഗുണമുണ്ട്, വീടിന് നമുക്കൊരു ഗുണമില്ല. അപ്പം അവർ ഈ പറയുന്നതിനെ മാതിരി ഇവരുടെയൊക്കെ അപ്പം അത് ഉമ്മൻചാണ്ടി സാർ മരിച്ചുപോയി. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ അവർ പൊളിറ്റിക്കലി കൊന്നു. 2014 ഇവർ തന്നെ വോട്ട് ശരിക്കും തിരിച്ചധികാരത്തിൽ വരേണ്ടതായിരുന്നു. ആ ജിഷ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചില്ല. അങ്ങനെയൊക്കെയാണല്ലോ തോൽക്കുന്നത്. പിന്നെ കടുംപെട്ട് സുധീരൻ്റെ പ്രയോഗം, ഐ ഗ്രൂപ്പിൻ്റെ MLA കൂടുതലുണ്ടാകുന്നു. ശിവരാമൻ നായരോ അതിൻ്റെ നിങ്ങൾ ആകുമ്പോഴുണ്ടായിരുന്നത്, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പുകാർ തോൽക്കുന്നു, അല്ല എ ഗ്രൂപ്പുകാർ തോൽക്കുന്നു. ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല. അവർ വിചാരിച്ച് കേരളത്തിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി വരും. 10 തവണ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് പ്രസക്തി, പിന്നെ എ ഗ്രൂപ്പായി മാറുമല്ലോ. അടുത്ത മുഖ്യമന്ത്രിയായി ബെന്നി ബെഹന്നാൻ വരും. അപ്പോൾ അതിൽ നല്ലത് ഈ പറയുന്നതിനെ നമുക്ക് അടുത്ത 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു പ്രതിപക്ഷത്തുള്ള അടുത്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്ന നായനാരെ BS ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ്. BS 2011 ഇതൊന്നും ഇല്ലാതെ വെള്ളം കുടിപ്പിച്ചാണ്. അതെ, പിണറായി വിജയനാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അല്ല, അവർ പിണറായി വിജയൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പം എന്തൊരു ഐക്യം, എന്തൊരു സ്നേഹം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും 2 പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുമ്പോഴേക്കും ശരി നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പ്രസ്ഥാനം നടത്തും. അതാണ് ഈ പാർട്ടി ഇതിൻ്റെ രീതി. അപ്പം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണെന്ന് തോന്നുന്നത്. അല്ലാതെ ഇപ്പം എനിക്ക് ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് സണ്ണീനെ. സണ്ണി എന്ന് വെച്ചാൽ വളരെ മൃദുഭാഷിയായിട്ടുള്ള ലോയലായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ്. പിന്നെ നല്ല MLA, എന്നെ CPMൻ്റെ അടുത്തുള്ള കണ്ണൂരിലുള്ള ആളുകൾ തന്നെ നല്ല MLA ആണ്. ഞാൻ പ്രൊജക്റ്റുകൾ മണ്ഡലത്തിൽ കൊണ്ടുവരാനും നടപ്പിലാക്കാനും അതുകൊണ്ട് ജയിക്കുന്നത് അദ്ദേഹം. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇപ്പോൾ ആര് വന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, AI അവിടെ കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പം എന്നാൽ കുറച്ച് കൃത്യമായിട്ട് എല്ലാ DCC ഓഫീസിലൊക്കെ ഇമെയിലൊക്കെ അയച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എ ഗ്രൂപ്പുണ്ട് ഐ ഗ്രൂപ്പുണ്ട്, പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൾട്ടായി മാറാൻ ശേഷിയുള്ള ഒരു നേതാവും കോൺഗ്രസ്സിൽ. അങ്ങനെ ഒരു പവർ നമുക്ക് തോന്നിക്കുന്നത് VD സതീശനാണ്. പക്ഷേ VD സതീശൻ്റെതായ വീക്ക്നെസ് ഉണ്ട്. സതീശന് ആ മണ്ഡലം കയ്യിലുണ്ട്, പക്ഷേ എറണാകുളം ജില്ല കയ്യിലുണ്ടെന്നല്ലാതെ NSSൻ്റെ പോലും സപ്പോർട്ടില്ല. അതാണ് സതീശൻ്റെ ഒരു വലിയ പ്രശ്നം. സതീശൻ്റെ കയ്യിലിരിപ്പുണ്ടോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ആർക്കും വിശ്വാസമില്ല. പ്രത്യേകം മുസ്ലിംസിന് രമേശിന് വിശ്വാസമേ ഇല്ല. പിന്നുള്ളതാരാ? ഈ സുധാകരനായിരുന്നു. എനിക്കൊക്കെ അവസാനം ഒരു വിശ്വാസം ഉണ്ടായത് സുധാകരൻ. പക്ഷേ സുധാകരൻ പ്രായമായി, അദ്ദേഹം എന്ത് ചെയ്യാണ്? നല്ല സമയത്ത് പിണറായി പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ മതി. പാർട്ടി അടിച്ചടിച്ചിരിക്കുകയായിരുന്നു. ഇതല്ല അദ്ദേഹത്തിന് പിന്നെ എന്താണ്, അദ്ദേഹം വയ്യാതായ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചാക്കി. അദ്ദേഹത്തിന് ആഗ്രഹം നടന്നു ABCC പ്രസിഡന്റ്, പക്ഷേ കോൺഗ്രസിന് ഒന്നും ഗുണമുണ്ടായില്ല. മാത്രമല്ല ഇനി അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഒന്മാർ പോയി പാരവെക്കുകയും ചെയ്യും. ആദ്യകാലത്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാണ് അദ്ദേഹം, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആരെ നിർത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് ചിലപ്പോൾ തിരിച്ചു വന്നാലായി, എനിക്ക് പറയാൻ പറ്റില്ല.
കാരണം ക്രിസ്ത്യാനികൾ പയ്യന്മാരൊന്നും ഇവിടെ നിൽക്കുന്നില്ല, അവരൊക്കെ പുറത്താണ്. പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ ഇപ്പോൾ നാട്ടിലുള്ളൂ. അവർ ചിലപ്പോൾ കോൺഗ്രസിന് തിരിച്ച് വോട്ട് ചെയ്യാം എന്നുള്ളതല്ലാതെ ആരും വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ സണ്ണിയുടെ ഗുണം, സണ്ണി ഒരു ലോയലായ കോൺഗ്രസ്സുകാരനാണ്, മാന്യനാണ്, നല്ല മാന്യനായ അച്ചായനാണ്, നമുക്ക് ഇഷ്ടപ്പെടും സണ്ണി. അതുകൊണ്ട് സംഘടനയ്ക്ക് എന്താണ് പ്രയോജനം അറിയില്ല. ചിലപ്പോൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകൾ നന്നായി പെർഫോം ചെയ്തെന്ന് വരും, അറിയില്ല. അതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ സുധാകരൻ വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയായിരിക്കും, എല്ലാ കണ്ണുകളും സുധാകരനിലേക്കാണ്. സുധീരൻ വന്നപ്പം സുധീരനിലേക്കാണ്. മുല്ലപ്പള്ളി വന്നാൽ മുല്ലപ്പള്ളിയിലേക്കാണ്. മുല്ലപ്പള്ളി ഏതാണ്ട് കണ്ണൂർ അടിച്ചിരുന്ന നേതാവാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈ പ്രൊഫൈലുള്ള ഒരാൾ വരുമ്പോൾ സുധീരനും പരാജയപ്പെട്ടു പോയി, മുല്ലപ്പള്ളി പരാജയപ്പെട്ടു, സുധാകരൻ പരാജയപ്പെട്ടു. കുറച്ചൊക്കെ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ നോക്കി അവസാനം പെർഫോം ചെയ്തത് ഒന്ന് മുരളീധരനാണ്, അതിനു മുമ്പ് വയലാർ രവിയാണ്. തീർച്ചയായിട്ടും ഈ വയലാർ രവിക്കും കെ മുരളീധരനും ശേഷം ഒരു മികച്ച KPCC പ്രസിഡന്റിനെ നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിൽ ഒരു പ്രത്യേകതയുണ്ട്, നല്ല സമയത്തൊന്നും കൊള്ളാവുന്ന ആർക്കും ഒരു ചാൻസും കൊടുക്കില്ല. അവർ നശിച്ച് നാണക്കല്ലെടുത്ത് നിൽക്കുമ്പോൾ പ്രായം കൊണ്ടൊക്കെ ഒരു വൈക്കാകുന്ന സമയത്ത് അവിടെ പിടിച്ചിരുന്നു. മറ്റേ താപ്പാനങ്ങൾ ഇരുന്നോളൂ. CPM നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ പിണറായിയൊക്കെ എത്രാമത്തെ വയസ്സിലെ സെക്രട്ടറി ആയത്, ഗോവിന്ദ മാഷും കുഴപ്പമില്ലാത്ത ഏജിലാണ് പോകുന്നത്. അടുത്ത മിക്കവാറും സെക്രട്ടറി ആയി യങ്സ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കും. അതാണ് കൊടിയേരി നല്ല പ്രായത്തിലാണ്, നല്ല എനർജിയോട് കൂടി നിൽക്കുന്നതാണ് കൊടിയേരി ആവുന്നത്. അപ്പം അങ്ങനെ ഗുണം ആ പാർട്ടിക്കുണ്ട്, അതിൻ്റെ ഗുണം അവർക്കുണ്ട്. പിന്നെ BJPക്ക് അതിൻ്റെ ഗുണം കിട്ടാത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ പെട്ടെന്ന് ലോട്ടറി അടിച്ച പോലെ ഇപ്പോൾ BJP സ്റ്റേറ്റ് നേതാക്കന്മാരുടെ പലരുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് വന്നിട്ടും അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോയത്. ഇപ്പോഴേക്ക് പ്രഫുൽ കൃഷ്ണനാക്കുന്നൊക്കെ കേട്ടിരുന്നു, ഇതാ പത്രത്തിലാൻ വായിച്ചതാണ്. BJP അങ്ങനെ ചെയ്യുന്നുണ്ട്. BJP ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. രാജീവ് സന്തോഷമായി വരുമോ നിങ്ങളാരും പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ മധ്യ കേരളത്തിൽ, ഇപ്പം അദ്ദേഹം മലബാറുകാരനാണ്, മധ്യ കേരളത്തിൽ അദ്ദേഹത്തിന് എന്ത് പ്രഭാവം ഉണ്ടാക്കാൻ പറ്റും, അതൊരു കാര്യം. രണ്ടാമത് ഈ സുധാകരനെ മാറ്റിയപ്പോൾ പതിവില്ലാത്തൊരു വലിയ എതിർ ശബ്ദം നമ്മൾ കേട്ടു. അത് വെള്ളാപ്പള്ളി നടേശൻ്റെതാണ്. അദ്ദേഹം കോൺഗ്രസിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തിന് കുറേ ബൊമ്മകളെയാണ് ആവശ്യം, തലയാട്ടി ബൊമ്മകളെയാണ് ആവശ്യം എന്നാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി വന്ന് ഞാൻ വലിയ ഗവനിക്കുന്നില്ല. കാരണം അദ്ദേഹം എന്നാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം സംസ്ഥാനത്ത് പിണറായി മോളും എല്ലാ പാർട്ടിയിലും ഞങ്ങളുടെ സമുദായക്കാർ വരണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അത് എല്ലാവരെയും സുധീരനെ മൂപ്പര് ഉദ്ദേശിക്കുന്നില്ലല്ലോ, BS മൂപ്പർക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ മൂപ്പരെ കണ്ടാലും ഒരു സലാമൊക്കെ വെക്കുന്ന ആളുകൾ വന്നാൽ കൊള്ളാം. പിന്നെ കോൺഗ്രസിനൊന്നും മൂപ്പരെ വോട്ട് കിട്ടിയിട്ട് മൂപ്പരെ ആളുകളെ വോട്ടൊന്നും പൊതുവേ കിട്ടാറുണ്ട്. കോൺഗ്രസ് കിട്ടുക പൈസക്കാർ ഇവരുടെ വോട്ടാണ്. വയലാർ രവിയാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, പാവങ്ങൾ ഇവരുടെ വോട്ട് CPM-നാണ് പൊതുവെ കിട്ടുക. മൂപ്പര് വിചാരിച്ചാലും ഇല്ല. ഒരു കാലത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയിരുന്നത് കോൺഗ്രസിനാണ്. അങ്ങനല്ല, മാസിൻ്റെ അല്ല, ആശങ്ക താര പൈസക്കാരൻ ഈഴവനാണ്. ഈ മോഡി ഇങ്ങനെയുടെ തന്നെ ഭാഷയെ പറഞ്ഞാൽ ബ്രാഹ്മണ ഈഴവൻ എന്ന് വേണമെന്ന് പറയാം. മലബാറിൽ 2 തരത്തിലുള്ള തീയന്മാരുണ്ടാവും, കൊടുകാൾ തീയന്മാരും വൈശ്യ തീയന്മാരും. വൈശ്യ തീയനാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സുധാകരനും മറ്റേ ഇയാളും ഒക്കെ, എന്താണ് അയാളുടെ പേര്, മുല്ലപ്പള്ളിയൊക്കെ. കുടാൾ തീയനാണ് പിണറായി വിജയനൊക്കെ. കുടാൾ തീയന്മാരാണ് ഭൂരിപക്ഷം. ഈ തെങ്ങ് കയറ്റവും കൃഷിപ്പണിയൊക്കെ തന്നെയാണ്. മറ്റൊരു ബേസിക്കലി കച്ചവടക്കാരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ വർക്കലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഈഴവ കുടുംബങ്ങൾ ആരായിരിക്കും? കോൺഗ്രസ് ആയിരിക്കും. പാവപ്പെട്ട ഈഴവൻ ആരായിരിക്കും? കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. SNDP പ്രധാനമായും പ്രധാനം ചെയ്യുന്നത് പാവപ്പെട്ട ഈഴവനാണ്. കാരണം കൂടിയ ഈഴവന്മാർ പൊതുവെ SNDP വെള്ളാപ്പള്ളിയെക്കാണ്ട് വലിയ ആളാണ്, ആശങ്കനെക്കാണ്ട് വലിയ ആളുകൾ, ആശങ്കനെ കണ്ടുപിടിച്ച ആളുകളാണ്. അവരിതൊന്നും വലിയ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി അതൊന്നും വലിയ കാര്യമാക്കില്ല. പിന്നെ സെൻട്രൽ ട്രാവൻകൂർ എന്ന് വെച്ചാൽ ഇപ്പം യൂറോപ്പിൻ്റെ കോളനിയാണല്ലോ അമേരിക്ക. അതേപോലെ കോട്ടയത്തിൻ്റെ കോളനിയാണ് ഈ കണ്ണൂരെ 2 മണ്ഡലങ്ങൾ, ഈ മലയോര പ്രദേശങ്ങൾ. മലബാറിലെ മലയോര പ്രദേശങ്ങൾ ക്രിസ്ത്യാനികളുള്ള സ്ഥലം കോട്ടയത്തിൻ്റെ കോളനികളാണ്. അതുകൊണ്ടാണ് കോട്ടയത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന KK ജോസഫ് കണ്ണൂരിൽ നിന്നാണ്, പയ്യാവൂരിൽ നിന്നാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അറിയാലോ. പിന്നെ ഇരിക്കുകയെന്ന് തോന്നുന്നു, ആദ്യം പയ്യാവൂരിൽ ഇരിക്കുക ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അവിടുന്ന് ഒരാൾ വന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ബേസിക്കലി ആരെ യൂറോപ്യൻ ആയിരിക്കും, ഒന്നുകിൽ ജർമ്മൻ വംശജനായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വംശജനായിരിക്കും. അതേപോലെ തന്നെ കോട്ടയത്തൊരു ക്രിസ്ത്യാനി എന്താ CSI സഭ അല്ലെങ്കിൽ ലാറ്റിൻ സഭ അല്ലെങ്കിൽ ഒരു സിറിയൻ ക്രിസ്ത്യാനി കോട്ടയത്ത് DCC പ്രസിഡന്റോ MLA ഒക്കെ ആകുകയാണ്, അയാൾ ബേസിക്കലി അയാൾ റൂട്ട് കിടക്കുന്നത് എവിടെ ആയിരിക്കും? ഒന്നീ കോട്ടയം അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കും. അപ്പോൾ അത് പ്രശ്നമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.